റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ഈ ബ്രേവ്സ്നി ക്രൂയിസ് മിസൈൽ ടെസ്റ്റിന് ശേഷം റഷ്യയ്ക്ക് ഒരു ഭാഗത്ത് ചില പോസിറ്റീവ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം റഷ്യയ്ക്ക് ഒരു വശത്ത് വലിയ അടിയും പറ്റിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ, ക്രീമിയയിൽ റഷ്യയ്ക്കെതിരെ ഉക്രൈൻ ഒരു വൻ ഡ്രോൺ ആക്രമണം നടത്തി. ഈ ആക്രമണം നടത്തിയത് ഗോസ്റ്റ് എന്നറിയപ്പെടുന്ന ഉക്രൈന്റെ പ്രത്യേക ഡ്രോൺ ഓപ്പറേഷൻ യൂണിറ്റ് ആണ്. ഇത് ഉക്രൈനിലെ ഏറ്റവും എലൈറ്റ് ഡ്രോൺ യൂണിറ്റ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവർ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ 5 റഡാറുകളെ നിഷ്ക്രിയമാക്കി. അതിൽ ഒരു പ്രധാനപ്പെട്ട S-400 സിസ്റ്റത്തിന്റെ റഡാറും ഉൾപ്പെടുന്നു. ഇങ്ങനെയാണ് അവകാശവാദം. അതിന്റെ തെളിവുകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം അവർ പറഞ്ഞ 5 റഡാർ നെറ്റ്വർക്കുകളിൽ 2 എണ്ണം യഥാർത്ഥ റഡാർ അല്ല, അവ ഡീകോയ് നെറ്റ്വർക്കുകളായിരുന്നു. അങ്ങനെ നോക്കിയാൽ 3 യഥാർത്ഥ റഡാറുകൾക്ക് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചത്. എങ്കിലും അത് റഷ്യയ്ക്ക് നഷ്ടമല്ലെന്ന് പറയാനാകില്ല. കാരണം ഇത് ക്രീമിയയുടെ പ്രതിരോധ സംവിധാനത്തിലെ ഒരു വലിയ ദൗർബല്യം സൃഷ്ടിച്ചു. അതേസമയം റഷ്യ ഈ മിസൈൽ ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ ലോകത്തിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉക്രൈനുമായി സമാധാന ചർച്ചകൾ ആരംഭിക്കാനുള്ള സമയത്ത് എന്തിനാണ് ഇങ്ങനെ പുതിയ ആയുധങ്ങൾ നിർമ്മിച്ച് ലോകത്തിന്റെ സമാധാനം തകർക്കുന്നത്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എന്തിനാണ് ഇങ്ങനൊരു പ്രസ്താവന പുറത്തു വന്നത്? റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആമുഖത്തിൽ ഞാൻ പറയാതെ വിട്ടുപോയ ഒരു കാര്യം. ഇന്ന് നമ്മൾ പ്രധാനമായും അറിയാൻ പോകുന്നത് മോസ്കോയുടെ പ്രതിരോധ സംവിധാനത്തെ ഉക്രൈൻ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മോസ്കോയുടെ പ്രതിരോധത്തെ ടെസ്റ്റ് ചെയ്യാൻ ഉക്രൈൻ അങ്ങനെ എന്താണ് ചെയ്തത്? അതിർത്തിയിലേക്ക് ഡ്രോൺ അയച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്രമണം ഉണ്ടായോ എന്ന് നോക്കിയാൽ, ഇത്തവണ അവർ അതിർത്തിയിലേക്കല്ല, നേരിട്ട് മോസ്കോയിലേക്കാണ് ഡ്രോണുകൾ അയച്ചത്. മോസ്കോയിലേക്ക് ഡ്രോണുകൾ എത്തിയോ എന്നൊരു സംശയം വരാം. റഷ്യ അതിനെ പ്രതിരോധിച്ചോ ഇല്ലയോ എന്നൊരു ചോദ്യവും വരാം. റഷ്യയുടെ ലാസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ് സിസ്റ്റം പങ്ക്ഷി ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് 30-ലധികം ഡ്രോണുകളെ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അപ്പോൾ ഒരൊറ്റ രാത്രിയിൽ ഉക്രൈൻ റഷ്യക്കെതിരെ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണം 160-ൽ കൂടുതലായി മാറിയിട്ടുണ്ട്. മോസ്കോയ്ക്ക് പുറമെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടത് ബ്രിയാൻസ്ക് പ്രദേശമാണ്. അവിടെ റഷ്യൻ സൈനികർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹന നിരയെ ലക്ഷ്യമാക്കി ഉക്രൈൻ സൂയിസൈഡ് ഡ്രോണുകൾ അയച്ചു. 1 വേ സൂയിസൈഡ് ഡ്രോൺസ്. ഈ ആക്രമണത്തിൽ 5 പേർ മരിച്ചു. ആ വാഹനം പൊട്ടിത്തെറിച്ചതിൽ ഡ്രൈവർ മരിച്ചു. അതുവഴി ഉണ്ടായ എക്സ്പ്ലോഷൻ കാരണം തൊട്ടടുത്തുണ്ടായിരുന്ന 4 പേർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ആകെ ബ്രിയാൻസ്കിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്രിയാൻസ്കിലെ ആക്രമണം റഷ്യ അത്ര വലിയ വിഷയമായി കാണുന്നില്ലെങ്കിലും മോസ്കോയുടെ പരിധിക്ക് അടുത്തുള്ള പ്രദേശങ്ങളിൽ ഈ ഡ്രോണുകൾ എത്തുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. മോസ്കോയുടെ മധ്യഭാഗത്തേക്ക് ഡ്രോണുകൾ കടന്നിട്ടില്ല. പക്ഷേ സെൻട്രൽ പോയിന്റിൽ നിന്നും ഏകദേശം 21 കിലോമീറ്റർ ദൂരത്ത് അവയെ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം റഷ്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം ലോകം മുഴുവനും ഇപ്പോൾ ഈ സംഭവത്തെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണ്. ഉക്രൈൻ ഇതിലൂടെ വീണ്ടും തങ്ങളുടെ സാങ്കേതിക ശേഷിയും ധൈര്യവും തെളിയിച്ചിരിക്കുകയാണ്. മോസ്കോയുടെ 21 കിലോമീറ്റർ ദൂരത്തോളം ഈ ഡ്രോണുകൾ എത്തിയെന്നത് റഷ്യയുടെ സുരക്ഷാ സംവിധാനത്തിൽ വലിയൊരു പിഴവ് അല്ലെങ്കിൽ അലംഭാവമോ ഉണ്ടോ എന്നുള്ളതിനൊരു തെളിവാണ്. 21 കിലോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ ചെറിയ ദൂരം പോലെ തോന്നാം. പക്ഷേ അത്രയും ദൂരം ഡ്രോണുകൾ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അത് റഷ്യയ്ക്ക് വലിയ ആശങ്കയുള്ള കാര്യമാണ്. കാരണം 21 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ ഈ ഡ്രോണുകൾ നേരിട്ട് മോസ്കോയുടെ ഹൃദയഭാഗത്തേക്ക് എത്താൻ വെറും മിനിറ്റുകൾ മാത്രം മതിയായിരുന്നു. അതായത് റഷ്യയുടെ പ്രതിരോധ സംവിധാനം ആ സമയത്ത് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ക്രെംലിനിലേക്കോ പ്രധാനപ്പെട്ട സർക്കാർ കെട്ടിടങ്ങളിലേക്കോ നേരിട്ട് ആക്രമണം നടന്നേനെ. മോസ്കോ എന്നാൽ റഷ്യയുടെ ഏറ്റവും ജനസാന്ദ്രമായ നഗരമാണ്. സർക്കാർ ഓഫീസുകൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട കേന്ദ്രങ്ങൾ, പ്രസിഡൻഷ്യൽ പാലസ് എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ ഉക്രൈൻ ഡ്രോണുകൾ മോസ്കോയിൽ പൊട്ടിത്തെറിച്ചു എന്ന വാർത്ത വന്നാൽ അത് തന്നെ റഷ്യയ്ക്ക് ഒരു വലിയ പ്രതിച്ഛായ നഷ്ടമായേനെ. അതിനാൽ ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയാണ് റഷ്യ അനുവദിച്ചത്? ഇത് തന്നെ വലിയൊരു ചോദ്യമാണ്. ഇത് അവരുടെ പ്രതിരോധ സംവിധാനത്തിലെ വലിയൊരു ലൂപ്പ് ഹോൾ ആണെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം ഉക്രൈൻ അവരുടെ തന്ത്രം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിരിക്കുകയാണ്. അവർ റഷ്യൻ അതിർത്തിയിലായി ബ്രിയാൻസ്ക് മേഖലയിൽ ഡ്രോൺ റൈഡുകൾ നടത്തുമ്പോൾ അതിനൊപ്പം തന്നെ റഷ്യയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും ഈ ഡ്രോണുകളെ വിടുന്നു. ഉദാഹരണത്തിന് ഒരു 100-200 ഡ്രോണുകൾ ഒരുമിച്ച് പുറപ്പെടുമ്പോൾ അവയിൽ ഭൂരിഭാഗവും ബ്രിയാൻസ്ക് ഭാഗത്തേക്കാണ് പോയത്. അങ്ങനെയാണ് കാണിക്കുന്നത്. ആ സമയം റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ആക്ടിവേറ്റ് ആകുമ്പോൾ ഉക്രൈൻ
ഈ റീറൂട്ട് ചെയ്ത ഡ്രോണുകൾ, അതായത് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രോണുകളെല്ലാം റീറൂട്ട് ചെയ്ത് മറ്റൊരു ദിശയിലേക്ക്, മോസ്കോയുടെ ദിശയിലേക്ക് തിരിച്ചുവിടുന്നു. ഇത് തന്നെ ഉക്രൈൻ ഉപയോഗിച്ച വളരെ ബുദ്ധിമുട്ടായ പക്ഷേ ഫലപ്രദമായ ഒരു സാങ്കേതിക വിദ്യയാണ്. അതുകൊണ്ട് ബ്രയാൻസ് ഭാഗത്ത് ഏകദേശം 40 ഡ്രോണുകൾ തകർത്തതായി റിപ്പോർട്ട് വന്നു. മറ്റുള്ള 30 ഡ്രോണുകൾ മോസ്കോയുടെ പുറമ്പോക്കിലെത്തിയെന്നും അവയെ പക്ഷി പ്രതിരോധ സംവിധാനം വെടിവെച്ച് തകർത്തുവെന്നും റഷ്യ അറിയിച്ചു. ഇതിനുശേഷം ഉക്രൈന്റെ ഈ ഗോസ്റ്റ് യൂണിറ്റ് മറ്റൊരു വൻ അവകാശവാദം ഉന്നയിച്ചു. അവർ പറഞ്ഞത് റഷ്യയുടെ സ്വന്തമായ 5 റഡാറുകൾ ഞങ്ങൾ നശിപ്പിച്ചു എന്നാണ്. ഇവയിൽ പ്രധാനപ്പെട്ടത് S-400 സിസ്റ്റത്തിൻ്റെതായ 96L6 റഡാറാണ്. ഇത് S-400ന്റെ ഫയർ കൺട്രോൾ റഡാർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ റഡാർ ക്രീമിയയുടെ പടിഞ്ഞാറൻ തീരത്ത് നശിപ്പിച്ചതായി ഉക്രൈൻ പറയുന്നു. അതുകൂടാതെ 2 ഇടങ്ങളിൽ P-18 ടെറക് റഡാർ, മറ്റ് 2 ഇടങ്ങൾ 55ZA6 നെബോയു റഡാർ ഇവയും നിഷ്ക്രിയമാക്കിയെന്ന് അവകാശപ്പെട്ടു. ഈ ആക്രമണം മുഴുവൻ ക്രീമിയയുടെയും പടിഞ്ഞാറൻ തീരത്താണ് നടന്നത്. അതിന്റെ തെളിവായി അവർ ചില വീഡിയോ ഫുട്ടേജും പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഫുട്ടേജസ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് യഥാർത്ഥ റഡാർ ആയിരുന്നോ അല്ലെങ്കിൽ ഡീകോയ് റഡാർ ആയിരുന്നോ എന്നുള്ളതും ഒരു സംശയകരമായി തോന്നുകയാണ്. അതിന് കാരണവും പറയാം. ആ വീഡിയോയുടെ നൈറ്റ് വിഷൻ ഫ്രെയിമുകൾ നോക്കിയാൽ റഡാറിന്റെ ചുറ്റുപാടും മുഴുവനും ഇരുണ്ടതായി കാണപ്പെടും. പക്ഷേ സാധാരണ പ്രവർത്തന നിലയിലുള്ള ആധുനിക റഡാറുകൾക്ക് ഈ ചൂടുൽപാദനവും പ്രകാശനവും ഉണ്ടാകും. അതുകൊണ്ട് നൈറ്റ് വിഷനിൽ അത് പ്രകാശമുള്ള ഒരു വസ്തുവായി തന്നെ പ്രത്യക്ഷപ്പെടും. അതായത് റഡാർ പ്രവർത്തനത്തിലായിരുന്നെങ്കിൽ അത് വളരെ എളുപ്പം കണ്ടുപിടിക്കാമായിരുന്നു. കാരണം ചുറ്റും ഇരുട്ടാണ്. അപ്പോൾ ആ ഒരു റഡാർ മാത്രം അവിടെ ചെറിയൊരു വെളിച്ചമായി കാണിക്കും, തീർച്ചയായും കണ്ടെത്താൻ കഴിയും. പക്ഷെ ഇവിടെ അത്രയും ഹീറ്റ് സിഗ്നേച്ചേഴ്സ് ഇല്ല. അതിനാൽ അത് പ്രവർത്തനരഹിതമായ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ഡീകോയ് റഡാർ ആയിരിക്കാം എന്നാണ് വിദഗ്ധരുടെ ഒരു അഭിപ്രായം. ലളിതമായ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെ ഒരു ഇരുണ്ട മുറിയിലേക്ക് അയക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു വസ്തു കണ്ടുപിടിക്കണം. പ്രകാശമില്ലെങ്കിൽ അത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതേസമയം ഞാൻ നിങ്ങൾക്കൊരു ടോർച്ച് എടുത്ത് തന്നിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ട ആ വസ്തു ഈ ദിശയിലാണുള്ളത്, ഇത്ര ദൂരം മാത്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് എളുപ്പത്തിൽ കണ്ടെത്തും. അതാണ് ഉക്രൈൻ ഇപ്പോൾ ചെയ്യുന്നത്. റഷ്യയുടെ ശ്രദ്ധയെ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് യഥാർത്ഥ ലക്ഷ്യങ്ങളെ അടിക്കുകയാണ്. പ്രവർത്തനക്ഷമമല്ലാത്ത റഡാർ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഡീകോയായി വെച്ചിരിക്കുന്ന റഡാറുകൾ വളരെ കുറഞ്ഞ ഫ്രീക്വൻസിയാണ് പുറത്തുവിടുക. അതായത് യഥാർത്ഥ റഡാർ ഏത് തരത്തിലുള്ള ഫ്രീക്വൻസിയാണോ പുറപ്പെടുവിക്കുന്നത് അതിനെ അനുകരിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിന് യഥാർത്ഥ ഹീറ്റ് സിഗ്നേച്ചേഴ്സ് ഉണ്ടാവുകയില്ല. നിങ്ങൾ ഈ വീഡിയോ പലതവണയായി നോക്കിയാൽ മനസ്സിലാകും. യൂട്യൂബിൽ ആക്റ്റീവായി റഡാർ പ്രവർത്തിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാകും. അതും ഇതും താരതമ്യം ചെയ്താൽ വ്യത്യാസം വ്യക്തമായി കാണാം. അപ്പോൾ S-400 റഡാർ നശിപ്പിച്ചു എന്ന സാധ്യത കുറവാണ്. അതുപോലെ മറ്റൊരു നെബോ റഡാറും നശിപ്പിച്ചതായി പറയുന്നുണ്ട്. പക്ഷെ അതിലും പൊരുത്തക്കേടുകളുണ്ട്. അതിനാൽ ഈ 2 അവകാശവാദങ്ങളും സംശയാസ്പദമാണ്. ബാക്കി 3 റഡാറുകളിലാണ് റഷ്യക്ക് യഥാർത്ഥ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ മോസ്കോയുടെ സുരക്ഷാ സംവിധാനത്തിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സൂചന. മോസ്കോയിൽ നടന്ന ഈ സംഭവങ്ങൾ നാളെ ക്രീമിയയിലും ആവർത്തിക്കാം. ക്രീമിയയുടെ പ്രതിരോധത്തിനായുള്ള റഡാർ നെറ്റ്വർക്കിൽ വലിയൊരു വിടവുണ്ടായിരിക്കുകയാണ്. ഈ ഒരു ദുർബലതയെ ഉക്രൈൻ വീണ്ടും പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതേ ഭാഗത്ത് വീണ്ടും ഡ്രോൺ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. റഷ്യയ്ക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യയ്ക്ക് വലിയ പിന്തുണയോ നേട്ടമോ ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ചില മേഖലകളിൽ അവർ മുന്നേറുന്നുണ്ട്. ഡോൺബോസ് പ്രദേശത്ത് റഷ്യയുടെ മുന്നേറ്റം ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇനിയൊരു 2% പ്രദേശം മാത്രമാണ് അവർക്ക് പിടിച്ചെടുക്കാനുള്ളത്. ഡോൺബോസ്, നിപ്രോ, സാബ്രോസേഷ്യ എന്നീ പ്രദേശങ്ങളിൽ നിന്നും റഷ്യൻ സേന ചെറിയ ചെറിയ ടാക്ടിക്കൽ ഗ്രൂപ്പുകളായി വിഭജിച്ച് അകത്തേക്ക് കടക്കുകയാണ്. അവർ ഈ ലാൻഡ്മൈൻ വലകളൊക്കെ സ്ഥാപിച്ച് ഉക്രൈൻ സൈനികർ എത്തുന്നതുവരെ കാത്തിരിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ റഷ്യൻ സൈനികർ സിവിലിയൻസുമായി ചേർന്ന് അവിടെ താമസിക്കുന്ന ജനങ്ങളുമായി ചേർന്ന് കലർന്ന് ജീവിക്കുകയാണ്. ഇതിലൂടെ ഉക്രൈൻ സേനയ്ക്ക് എതിരാളിയെ തിരിച്ചറിയാനാകാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇത് അർബൻ വാർഫെയർ ആണ്. ഈ നഗരപ്രദേശങ്ങളിലെ യുദ്ധത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ ആരാണ് ആദ്യം സ്ഥാനമെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് വിജയപരാജയം തീരുമാനിക്കുന്നത്. ഈ രീതിയിലുള്ള പോരാട്ടങ്ങളിൽ ഉക്രൈൻ സൈന്യത്തിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ റഷ്യയ്ക്ക് ആ നഗരം വേഗത്തിൽ പിടിച്ചെടുക്കാനാകില്ലെങ്കിലും ഉക്രൈനെ ദുർബലപ്പെടുത്താൻ കഴിയും. ഇത് ഒരു ഭാഗം. അടുത്തത് ഏഷ്യൻ മേഖലകളിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ദക്ഷിണ കൊറിയ സന്ദർശിക്കുകയും ഏഷ്യൻ സമ്മിറ്റ് സംബന്ധിക്കാനിരിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. റഷ്യ ആണവ ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തിയെന്നൊക്കെ പറയുന്നല്ലോ, അതിനുള്ള മറുപടി ആയുധങ്ങൾ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന്. അതിനുത്തരമായി ട്രംപ് പറഞ്ഞത്
പുടിൻ ഇത്തരത്തിലുള്ള ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നത് നിർത്തി പകരം ഉക്രൈൻ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളത് ചിന്തിക്കണം. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ റഷ്യക്ക് പുതിയ മിസൈലുകൾ നിർമ്മിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. ഇതൊരു പരിഹാസ സ്വഭാവമുള്ള മറുപടി ആയിരുന്നെങ്കിലും അതിലും ഒരു സത്യമുണ്ട്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയുടെ സാമ്പത്തിക മേഖലയെ അത് ബാധിച്ചെങ്കിലും അവരുടെ ആയുധ നിർമ്മാണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ ഭാവിയിൽ ഒരുപക്ഷെ നാറ്റോ വേഴ്സസ് റഷ്യ എന്നൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ റഷ്യക്ക് വൻ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്താൻ അവിടെ കഴിയും. എങ്കിൽ പോലും ട്രംപ് ഇതിന്റെ അവസാനം ആണവായുധങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ മറുപടി ഒന്നും നൽകിയില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച ഈ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾക്കറിയാമോ? കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.